പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന മീന ബസാറാണ്. ദുബായിലെ മീന ബസാർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഫോണ് അങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം വില കുറച്ച് നല്ല സെക്കൻഡ് ഹാൻഡ് കിട്ടും. പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാം. അങ്ങനെ കിട്ടുന്ന ഒരു പടുകൂറ്റം കടയാണ് ഈ കാണുന്ന മീന ബസാർ. അതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ വ്ലോഗ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു വട്ടം വന്ന് നമ്മൾ എടുക്കും. എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഒന്നും കൂടെ വന്ന് വീഡിയോ എടുക്കത്തുള്ളൂ. ഇവിടെ നോക്കിയാൽ എല്ലാത്തിനും ഡിസ്പ്ലേയിൽ യൂട്യൂബേഴ്സ് അവിടെ നിന്ന് പറയുന്നതാണ്. എല്ലാം ഒരു ഡിസ്പ്ലേ ഉണ്ട്, അവിടെ അവരെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ കടകളിൽ കയറിയിട്ട് നമുക്ക് വിലകളും കാര്യങ്ങളും. ഞാൻ ഡ്രോണിൻ്റെ വില ചോദിച്ചു കേട്ടോ. എനിക്ക് കറക്റ്റ് വില, പിന്നെ വില 16,000 രൂപയാണ് ഡ്രോണിൻ്റെ വില വരുന്നത്. അപ്പോൾ കേസ് നമ്മൾ മീന ബസാറിൽ നിന്ന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ. ലാപ്പ് മേടിക്കാനായാലും ഫോൺ മേടിക്കാനായാലും ഐപാഡും ഇത് വാച്ചുകൾ. ഒറിജിനലൊന്നും നമുക്ക് കിട്ടുമെന്നറിയാം. ചിലപ്പോൾ ആപ്പിളിൻ്റെ ഒക്കെ ഒറിജിനലാണ്, അങ്ങനെയൊക്കെ ഒറിജിനലാണ്. അല്ലാതെ വേറെ നമുക്ക് സ്മാർട്ട് വാച്ചൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ. അവിടെ സ്മാർട്ട് വാച്ചിന് നമുക്ക് വേണമെങ്കിൽ നോർമലായിട്ട് മേടിക്കാൻ പറ്റും. ഒരു ഏത് ഡ്യൂപ്ലിക്കേറ്റ് കമ്പനി ആയിരിക്കും, ക്വാളിറ്റി ഉണ്ട്. എന്തായാലും നമ്മളിനി മീന ബസാർ ജസ്റ്റ് ഫുള്ളൊന്ന് കറങ്ങുക. ഇവിടെ എന്തുമാത്രം കടകളുണ്ടെന്ന് എല്ലാം മിക്കതും മലയാളികളുടെ കടകളാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം നല്ല ലൈഫ് കിട്ടുന്ന ഫോണും കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. പ്ലീസ്, അപ്പോൾ നമ്മളെന്തായാലും ഇനി ഓരോരോ കടകൾ കയറി ചോദിക്കാൻ പറ്റത്തില്ല. കടകൾ കാണിച്ചു തരാം, അകത്ത് കയറാൻ പറ്റത്തില്ല. കാര്യം വീഡിയോ ഒക്കെ അല്ലേ. എത്ര കടയെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കടയുണ്ട്, ഇഷ്ടം പോലെ. സൈഡിൽ ഫുള്ളും കമ്പ്യൂട്ടർ പരമായിട്ടുള്ള എഹിക്യൂഷൻ്റെ ക്യാമറ, AC ആ കടയിലുണ്ട്. ആ സൈഡ് ഫുള്ളും കമ്പ്യൂട്ടർ ലാപ്ടോപ്പൊക്കെ ഉണ്ട്. അവിടെ എനിക്ക് സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് ഉണ്ട്, ഫ്രഷ് ഉണ്ട്. അവിടെ ഐപാഡും കാര്യങ്ങളും ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 20,000 30,000 ആ റേഞ്ചിൽ നമുക്ക് ഐപാഡും കാര്യങ്ങളും കിട്ടും. ഒരു കടയിൽ കയറി ചോദിച്ചാൽ എല്ലാം മലയാളിയാണ്. നമുക്ക് കടയുടെ അകം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഷൂട്ട് ചെയ്യുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ഇടുക്ക് വഴി കേട്ടോ. കണ്ട ഇവിടെ ഫുള്ളും കടകളും കാര്യങ്ങളാണ്. വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ ലേസ് അല്ല, ഇവിടെ വേറെ എന്തോ സാധനമാണുള്ളത്. ഫോൺ റീചാർജ് ചെയ്യുന്നു, സലൂണ്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഡ്രസ്സുകൾ, പിന്നെ അതേപോലെ ഡ്രസ്സുകൾ അയൺ ചെയ്യത്തില്ലേ, അങ്ങനെയുള്ള സാധനം, തയ്യക്കട, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. സലൂൺ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് എല്ലാവരും ആഴ്ചയിൽ മുടി വെട്ടുമായിരിക്കും തോന്നുന്നു കേട്ടോ. മീന ബസാറിൽ നമുക്ക് ഈ ഇലക്ട്രോണിക്സ് ഐറ്റത്തിന് വില പ്രത്യേകിച്ച് കണ്ടോ. അവിടെ കണ്ടോ, അത് ഫുള്ളും കമ്പ്യൂട്ടറിൻ്റെ കടകൾ. പിന്നെ ഇവിടെ ഉണ്ട് പൈപ്പിൻ്റെ കടകൾ. ഇത് ഫുള്ളും കടകളാണ്. അതായത് എന്ത് സാധനങ്ങളും മേടിക്കാൻ വേണ്ടി നിങ്ങൾ മീന ബസാറിലോട്ട് വന്നാൽ മതി. അവിടെ എല്ലാം വില കുറച്ച് കിട്ടും. പല കടയിലും പല റേറ്റ് കേട്ടോ. വെജിറ്റബിൾ കട കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിലൊരു വെജിറ്റബിൾ കട. നമ്മളിപ്പോൾ ഒരു ഫോൺ മേടിക്കാൻ വേണ്ടി പോയിട്ട് ഫോൺ ജസ്റ്റ് ചോദിക്കാൻ വേണ്ടി കയറിയതാണ്. അവിടെ ഐഫോണിനൊക്കെ 200 ദിർഹം 150 ദിർഹത്തിനൊക്കെ കൊടുക്കുന്നുണ്ടല്ലേ. അത് 150 200 പറഞ്ഞത്. 7 200, പഴയ മോഡൽ 7 ആണ് 200 ദിർഹത്തിന് കൊടുക്കുന്നുണ്ട്. 300 200 എത്ര 200 എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ 4,500 ആ റേഞ്ചാണ്ട് വരും. മറ്റ് 7 ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 6,500 7,000 രൂപ വേണ്ട വരും. നമുക്ക് അവിടെയും 7,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഇതിൽ കിട്ടുന്ന അതേ ഇത് തന്നെ, അതിനെക്കാട്ടി കുറച്ച് കിട്ടുമോ നമുക്ക് നോക്കാം. എൻ്റെ കയ്യിലൊരു ഫോണുണ്ട്, അത് എത്ര രൂപ ചോദിച്ചു. അത് 120 ദിർഹം. എനിക്ക് വന്ന് 3,000 അല്ലേ, 120 ഞാൻ അത് 3,500 മേടിച്ചു. അപ്പോൾ അത് കാരണം അത് കൊടുത്തില്ല. ജസ്റ്റ് ഒന്ന് നോക്കാം, നമുക്ക് പറ്റാണ്ട്. അങ്ങോട്ടൊക്കെ സ്ഥലങ്ങളാണ്. ബസാറിൻ്റെ ഒരു ബഹളമാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. തുണിക്കടയാണ് അവിടെ, തുണിക്കടയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഫോണും ലാപ്ടോപ്പിൻ്റെ ഒക്കെ ബഹളം അല്ലേ നമ്മൾ. ലാപ്ടോപ്പ് ഐപാഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുമല്ലേ. അതായത് 100 200 ദിർഹത്തിന് ഐപാഡ് കിട്ടും. വേറൊന്നുമല്ല, അത് അപ്ഡേഷൻ പോയതാണ്. പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാം, അത്രേ ഉള്ളൂ. 100 ദിർഹത്തിനും 150 ദിർഹത്തിനും ഐപാഡ് കിട്ടും. പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാം. പിന്നെ വീഡിയോ കാണാൻ പിന്നെ പിള്ളേർക്ക് കൊടുക്കത്തില്ല, അതേപോലെ കൊടുക്കുക. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇച്ചിരി നല്ലതാണെങ്കിൽ നല്ല 1000 ദിർഹം കൊടുക്കണം കേട്ടോ. 1000 അല്ല 600 ദിർഹം അങ്ങനെ കൊടുത്ത്. 600 എന്നൊക്കെ പറയുമ്പോൾ തന്നെ 10,000 15,000 രൂപയൊക്കെ ആയിക്കഴിഞ്ഞു. എന്നാലും നമുക്ക് പിള്ളേർക്ക് വേണ്ടി കളിക്കാൻ കൊടുക്കാൻ വേണ്ടി 100 ദിർഹം അത്രേ ഉള്ളൂ കേസ്. 100 ദിർഹം 2,000 രൂപ ആ റേഞ്ചിൽ ഐപാഡ് നല്ല രീതിയിൽ നല്ല സാധനം ഓണാവും, വീഡിയോ കാണാം കേസ്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കയറി വിലകൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ, വേറൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഫുള്ള് കടകളാണ്, സ്പ്രേയുടെ കടകൾ. അവിടെ ഫുള്ളും ഇവിടെ എല്ലാ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അത് വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടോ. അവിടെ ഡിസ്പ്ലേ ഇട്ടിൽ എന്നിട്ട് അവരെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെയും ഡിസ്പ്ലേയിൽ ഇവിടെ ഫുള്ള് ഇതാണ് കറക്റ്റ് നമ്മുടെ മീന ബസാറിൻ്റെ മെയിൻ സെക്ഷൻ. ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഉണ്ട് കട. പിന്നെ ഇത് മുകളിലേക്ക് കണ്ടോ ഡിസ്പ്ലേ ഇട്ടേക്കുന്നുണ്ട്. ഇതൊക്കെ അവരെ പരസ്യങ്ങളും പിന്നെ യൂട്യൂബേഴ്സ് വന്ന് വീഡിയോ എടുത്ത് അവരെ ഇതുപോലെ അങ്ങ് ദൂരെ കണ്ടോ അവർ
കേട്ടോ, അവിടെ വീഡിയോ ഇട്ടേക്കുന്നുണ്ട്. അതൊക്കെ യൂട്യൂബിലുണ്ട് ഗൈസ്, നോക്കിയാൽ ഇവർ എല്ലാവരും യൂട്യൂബേഴ്സ് ആയിരിക്കും ഈ ഒരു കടയിൽ ഇങ്ങനെ എല്ലാവരും. ഓക്കെ, നമുക്കിനി ഓരോ കടകൾ കയറണം. നോക്കട്ടെ ഗൈസ്, നമുക്ക് നോക്കാം. ഇവിടെ കണ്ട ഫുഡിന് വേണ്ടിയുള്ള കടകളുണ്ട്. അൽഫാം, ഷവായി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഗ്രിൽഡ്, പല സ്ഥലത്തും പല വിലയാണ്. നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക സ്ഥലം. ഒരു പൂച്ച അവിടെ ഇരുന്ന് പാലിട്ടാണ് കണ്ടത്. ഈ പൂച്ചയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം വേറൊരു കടയിൽ കയറി. അപ്പം അവിടെ ഇഷ്ടം പോലെ ഫോണുണ്ട്. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഏകദേശം എന്തുവാണ് അതിന് 10 ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. 10 ഏകദേശം 600 അല്ലേ. പിന്നെ XR ഉണ്ട്. XRൻ്റെ 400 അങ്ങനെയൊക്കെയാണ്. 400 എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ 23 കൊണ്ട് ഇൻഡിവിജ്വൽ ചെയ്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിത് 7 ഉണ്ട്. 7 എത്രയാണ് പറയുക? 350. 7 450. ആ 7 450. ഇച്ചിരി വില കൂടുതലാണ്. ഇനി നമ്മൾ മലയാളി ആയതുകൊണ്ടാണ് കൂട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി നമ്മൾ അറബ് സംസാരിക്കണം കൈസ്, എന്നാലേ പറ്റത്തുള്ളൂ. എന്നാലേ ഈ ഒരു ഇനി അടുത്ത കടയിൽ പോവാം. എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ല. നമ്മൾ ദുബായിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വിഷയമൊന്നുമില്ലല്ലേ. ദുബായിൽ നിന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ വലിയ വിഷയം. നമുക്ക് പിന്നെ അതേപോലെ നമ്മളെ ഫോണിന് തന്നെ നല്ല വില പറയും അവർ. ഒരുവിധം നല്ല വില അവർ പറയും. എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എക്സ്ചേഞ്ച് ചെയ്തിട്ട് സാധനം കോട്ടെന്ന് പറഞ്ഞാൽ എടുക്കാം. പക്ഷേ അത് എടുക്കുമ്പോൾ ഫോൺ നോക്കി എടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ കേസ് എനിക്ക് പറയാം. അപ്പോൾ ഞങ്ങൾ അടുത്ത കടയിൽ പ്രജസ് എന്ന് കയറി പരത്തിയിട്ട് വിട്ടാൽ എപ്പോഴും എല്ലാ കടയുടെ മുകളിലും ഒരു ഡിസ്പ്ലേ ആണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് അല്ലേ. ഇത് ടാറ്റയുടെ ജൂവലറിയാണ് ഇത്, തനിഷ്. അതേപോലെ മലബാർ തൊട്ടപ്പുറമുണ്ട്. റാഡോയുടെ ഷോറൂം അവിടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്യുന്ന ഇന്ത്യക്കാരാണ്, ഏഷ്യൻ ആൾക്കാർ. ഞാൻ ഇന്ത്യക്കാരെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ ഉള്ള അറബികളും അങ്ങനെയൊന്നും പരസ്യം ചെയ്യത്തില്ല. അതായത് പരസ്യം ചെയ്ത് ഇങ്ങനെ മോഡലായിട്ട് നിൽക്കത്തില്ലേ, അത് ഫുൾ ഇന്ത്യക്കാരായിരിക്കും. റാഡോയുടെ വാച്ചിൻ്റെ അവിടെ കണ്ട ഡിസ്പ്ലേ ഇല്ല. അപ്പുറത്ത് കല്യാൺ ജൂവലേഴ്സ്. നമ്മൾ അഭിനവ് അങ്ങ് നടന്നു പോവുക. അടുത്ത കടകൾ കണ്ട് ഇങ്ങനെ ചോദിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ 2 കറങ്ങിയിട്ട് നേരെ അൽസീഫിലോട്ട് പോകും. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെല്ലുന്നത് അൽസീഫിലായിരിക്കും അല്ലേടാ. എവിടെ ചെന്ന് കഴിഞ്ഞാൽ അൽസീഫ് കാണാൻ പറ്റും. കാര്യം നമ്മൾ ആ ഒരു പോർഷനിൽ നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ അൽസീഫായി കയറിക്കുന്ന അൽസീഫ. അപ്പം അൽസീഫിൽ പോയി നമുക്ക് കുറച്ച് കാറ്റൊക്കെ കൊള്ളാം. എൻ്റെ തിരിഞ്ഞ് കറങ്ങി കിടന്നിട്ട് ഞങ്ങൾ നേരെ അൽസീഫിലോട്ട് പോകും. ഇവിടെ സീബ്ര ക്രോസ് ഇല്ലല്ലോ, അതുകൊണ്ട് എങ്ങനെയും ക്രോസ് ചെയ്യാൻ കേട്ടോ. പഴയ നല്ല കിടിലമായിട്ട് കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി അടുത്ത കടയിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എല്ലാ കടയിലും നോക്കിയാൽ ഐഫോണിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. ഇതേപോലെ മുട്ടായി കട ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇതേപോലെ സ്ട്രീറ്റ് ഉണ്ട്, ഷവായി അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടുന്നത്. ഇവർ ചിലപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ ചിലപ്പം മേടിച്ച് കഴിച്ച് കഴിയും. പല സ്ഥലത്തും പല റേറ്റ് ആയതുകൊണ്ട് നമുക്കൊന്ന് വിശ്വസിച്ച് നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാടും. ഇനി അങ്ങോട്ട് കാണുമോ? അതാ അങ്ങോട്ട് പോകാം അല്ലേ. അങ്ങോട്ടും കുറച്ച് പോകാം. നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ ഇറങ്ങിപ്പോണം കേട്ടോ. വണ്ടികൾ ചീറിപ്പായതാണ്. പിന്നെ ഇതൊരു മാർക്കറ്റ് ആയതുകൊണ്ട് അങ്ങനെ വലിയ വിഷയമില്ല. എന്നാലും അവർ 2 ഹോൺ അടിക്കും കഴിയും. പാകിസ്ഥാൻ്റെ കട ഇവിടെ. ഷവായി, ഷവർമ, ജ്യൂസ് 10 എല്ലാം 23 കൊണ്ട് ഇന്ത്യ. നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്ക് 23 കൊണ്ട് ഇന്ത്യ. കാര്യം ഞാൻ ഇവിടെ അങ്ങോട്ട് കയറുന്ന സമയത്ത് 22 ഉള്ളായിരുന്നു. നേരെ മേളിലോട്ടായി 23 രൂപയായി കേട്ടോ ഒരു ദിർഹത്തിന്. പ്യുവർ വെജ് ചില്ലിയിൽ നിന്ന് സമൂസ കഴിക്കുക. ഇത് വെജ് സമൂസയാണ്. 1 ദിർഹമാണ് കേട്ടോ സമൂസയ്ക്ക്. പിന്നെ എല്ലാത്തിനും 1 ദിർഹം. ചായ ഇല്ല കേട്ടോ, എല്ലാവരും ചായ കുടിക്കും. അതുകൊണ്ട് വിശന്ന് പോയി. വെജാണ് 1 ദിർഹം. 1 ദിർഹം എന്ന് വെച്ചതിന് ശേഷം 23 രൂപയാണ് നമ്മുടെ നാട്ടിൽ. സ്ട്രീറ്റുകൾ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നു ഗൈസ്. നിങ്ങൾ ഈ നൈറ്റ് വൈബ് ഒരു അടിപൊളിയല്ലേ ഇവിടുത്തെ ഗൈസ്. ഇങ്ങനെ തേരാപ്പാര നടക്കും. വേറൊരു ലോകത്ത് വന്ന് നടക്കട്ടല്ലേ. ദുബായ് സിറ്റിയിൽ നിന്ന് നമ്മൾ വേറൊരു അങ്ങോട്ട് വയ്ക്കേണ്ട സിറ്റി കേട്ടോ. ഇനി അങ്ങോട്ട് പോകണ്ട. കണ്ടിട്ടുണ്ടോ നെസ്റ്റോ? ഇതോ അവിടെ ഉണ്ടോ നെസ്റ്റോ? നെസ്റ്റ് എല്ലാ സൈഡും ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് ഇനി എവിടെ പോകണം? ഇനി നമുക്ക് അങ്ങനെ ഒരു കറങ്ങിയാലോ. അത് ആ വഴി കറങ്ങണം. അത് അപ്പോൾ കേസ് ഇതിലേക്കൂടെ ഒരു കറക്കം കൂടെ കറങ്ങാം. ഒരു ചെറിയൊരു ജ്വല്ലറി. ഇതൊക്കെ ഡ്രസ്സ് നോക്കി. വാച്ചുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വാച്ചുകളെന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് കോപ്പി, സെക്കൻഡ് കോപ്പി എന്നൊക്കെ പറഞ്ഞ് വാച്ചുകൾ 200 ദിർഹം, 300 ദിർഹം, റാഡോ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. 100 ദിർഹം എന്നൊക്കെ കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ 100 ദിർഹം എന്ന് പറയുമ്പോൾ തന്നെ 2300 രൂപ ആയി കഴിഞ്ഞു. അതുകൂടെ 400 ദിർഹത്തിനൊക്കെയാണ് വാച്ചുള്ളത്. 250 ദിർഹം. അപ്പം ഏകദേശം ഒരു 5000 രൂപയ്ക്ക് മുകളിലാവും. 5600 ആ റേഞ്ചിലാണ്ടാവും 200 ദിർഹം ഒരു വാച്ചിനൊക്കെ. പിന്നെ നമുക്ക് വില പേശി എടുക്കാം. ഇവിടെ കണ്ട ജുവലേഴ്സാണ് കോസ്മോ. ഈ സൈഡിൽ ഫുള്ളും ജുവലറി. ചെമ്പരത്തി ഉൾപ്പെടെ ഉണ്ട്. ചെമ്പരത്തി, തുളസി, മുല്ലപ്പൂ, പിന്നെ വേറെ എന്താ ഇത് കണ്ടോ, വൈപ്പീലി,
അങ്ങനെ റോസാപ്പൂ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മളെ കേരളത്തിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. മണി പ്ലാന്റ്. കാര്യം വെച്ചാൽ ഇവിടെ ഒരു അമ്പലമുണ്ട് തൊട്ടപ്പുറം. നമുക്ക് ഈ പണങ്ങളൊക്കെ വെച്ചിട്ട് പൂജിക്കത്തില്ലേ, ആ ഒരു ഇത് ഷെൽഫ് എന്ത് പറയുക, അലമാരയല്ലേ, ഗണപതി ഇരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നിസ്കരിക്കുന്നു. ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട്. ഇതാണ് നമ്മളെ ഓൾഡ് സൂക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓൾഡ് സൂക്കിലോട്ട് നമ്മൾ കുറേ വട്ടം വന്നിട്ടുണ്ട്, പിന്നെയും വന്നിരിക്കുകയാണ്. നമുക്ക് ഇതുവരെ നേരെ റൂമിൽ പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കണ്ടുമ്പോൾ നേരെ അങ്ങ് റൂമിൽ പോകാം. അതിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഓട്ട് പോകണം കേട്ടോ. 2 ദീർഘങ്ങൾ അവിടെ കയറിപ്പോൾ പല പല സാധനങ്ങൾ അടിക്കുക ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ. ഓക്കെ, നമുക്ക് അതുവഴി കയറി നടന്നു. ഇവിടെ പിന്നെ ഫെറി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തലങ്ങും ഓടുന്നുണ്ട്. ഫെറിയൊന്നുമില്ല, ഇതിൽ ഫെറി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഫെറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഷിപ്പും കാര്യങ്ങൾ വരുന്നതാണ് ഫെറി എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ട്രാവലിംഗ് മെട്രോ എന്ന് പറഞ്ഞാൽ വാട്ടർ മെട്രോ ആണ് ആ പോകുന്ന സാധനം, വാട്ടർ മെട്രോ. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് നേരെ നമുക്ക് നടന്ന് കഴിഞ്ഞാൽ നമ്മുടെ റൂമിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ട് കാറ്റും കാര്യങ്ങളും കൊണ്ട് നടക്കുക. ഇതിൻ്റെ അകത്ത് കയറുന്നത് ഏകദേശം എത്ര രൂപ കടന്ന് ചോദിച്ചത്? ഏകദേശം എനിക്ക് വന്ന് ഒരു റൗണ്ടിനൊക്കെ 10 പേരുമായിട്ട് പോകുന്നതിന് 200 ദിർഹമാണ്. അതായത് ഏകദേശം 4,500 രൂപ ആ റേഞ്ച് ഇതിൽ പോകണം അല്ലേ? അതല്ലേ അവന്മാർ പറഞ്ഞു കറക്റ്റ്. ഇതല്ലേ 200 ദിർഹം പറഞ്ഞ വരും. 200 ദിർഹം ഒരു 10 പേർക്ക് പോകാൻ പറ്റും. എന്നാൽ ലാഭമോ 10 പേർക്ക് പോകാനാണെങ്കിൽ അത് ലാഭം 10-20 ദിർഹമായിട്ട് വരുന്നത്. ഇത് പള്ളിയാണ് കേട്ടോ ആ കാണുന്നത്. പള്ളി ഇതും തമ്മിലോട്ട് ബന്ധമില്ല. ഇത് ഹോട്ടലാണ്, പള്ളിയാണ് കേട്ടോ. അറിയത്തില്ല, നമ്മളൊന്നും അറിഞ്ഞുകൂടാതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഇരുന്ന് ഒരു വട്ടം നമുക്ക് ട്രാവൽ ചെയ്യണം കേട്ടോ. ഇതേപോലെ ഇതുണ്ട്, നല്ല രസമാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് ഫേസ് തിരിഞ്ഞിരിക്കുന്നത്. ഇത് പള്ളി ആവാൻ ചാൻസ് കുറവാണ്. പക്ഷെ പള്ളിയുടെ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. പള്ളിയുടെ കോമ്പൗണ്ടിലല്ല നിൽക്കുന്നത്, പള്ളി അപ്പുറത്തെ കോമ്പൗണ്ട്. നമുക്ക് നോക്കാൻ തരും. പള്ളിയുടെ മിനാരമൊക്കെ അവിടെ ഉണ്ട്. ഞാൻ പറയാം പള്ളിയാണോ അല്ലയോ എന്ന് ലാസ്റ്റ് അവിടെ ചെന്നിട്ട് പറയാം. ഇതിനകത്ത് ബോർഡൊന്നും എഴുതി വെച്ചിട്ടില്ല. അത് പള്ളിയാണ് കേട്ടോ. എന്തുമാത്രം വലിയ പള്ളിയെന്ന് നോക്കി. അത് കാർ പാർക്കിംഗ് ആയിരുന്നു, ഇത് പള്ളിയായിരുന്നു. ഞാൻ നിസ്കരിക്കാൻ കയറിയ പള്ളിയാണ്. എന്നിട്ട് നമുക്ക് ഞാൻ കയറി ആ വഴിയാണ് കയറി കേട്ടോ. അതുവഴി കയറി ആ ഒരു സ്ഥലത്ത് കയറിയിട്ട് പള്ളി കയറാൻ പറ്റും. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് അറിയാൻ പറ്റാനത്. ഇവിടെ ഉണ്ട് കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കഴിച്ച് നമുക്ക് എന്തായാലും നോക്കുന്നുണ്ട്. ആ സൈഡിൽ കൂടെയാണ് പള്ളി കയറി. ആണ് വാട്ടർ മെട്രോയുടെ സ്റ്റേഷൻ കേട്ടോ. വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഇവിടെ നിന്ന് ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് ഓൾറെഡി. നമുക്ക് വേണേൽ ടിക്കറ്റ് റീചാർജ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഇത് വാട്ടർ മെട്രോയുടെ സ്റ്റേഷനാണ്. അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. മറൈൻ ഒബ്സർവേഷൻ സപ്പോർട്ട് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കയറുകയെന്ന് വെച്ചാൽ ഇത് കണ്ടോ, അവിടെ പോയി നിൽക്കുക, അവിടെ പോയി ക്യൂ നിൽക്കണം. വണ്ടി വരാന്നിട്ട് അതുവഴി അപ്പോഴേ കടത്തി വിടത്തുള്ളൂ. അതുവരെ ഇവിടെ ക്യൂ നിൽക്കണം, ഭയങ്കര അച്ചടക്കത്തോടെ നിൽക്കണം. ഇവിടെ നിന്നാണ് ഞങ്ങൾ കയറി ഓൾഡ് സൂക്കിലോട്ട് പോയത്. നമ്മൾ രാത്രി വരുമ്പോൾ വേറൊരു ലുക്കാണ് കേട്ടോ ഓൾഡ് സൂക്ക് വരുന്നത്. ഇതിന് ഓൾഡ് സൂക്ക് എന്ന് വിളിക്കും, ന്യൂ സൂക്ക് എന്ന് വിളിക്കും കേട്ടോ. അതാണ് അൽസീഫ് എന്ന് വിളിക്കും. ഇപ്പം ആൾക്കാർ കുറവാണ് കേട്ടോ. ഞായറാഴ്ചയൊക്കെ ഇവിടെ സൂചി കുത്താനുള്ള സ്ഥലം കാണത്തില്ല. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് വിൽക്കുന്നത് 10 ദിർഹമാണ് ആ ഡ്രസ്സിന്. 10 ദിർഹം. 10 ദിർഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 രൂപ, 130 രൂപ. കമ്മൽ, ചെയിന്, ഡ്രസ്സ്, കുർത്തയാണ്. നല്ല രസം കേട്ടോ. ഈ ഒരു പട്ടം, ഈ ഒരു വെട്ടം. ഓക്കെ അടാ, ആൾക്കാരൊക്കെ ഇവിടെ ഈച്ച അടിച്ചിരിക്കാൻ തോന്നുന്നു. ഇതുണ്ട് ഈ പ്ലേസ് ഉണ്ട്. ഇവരെ ഈ വർക്കെന്ന് പറഞ്ഞാൽ ഒരു 6 വർക്കാണ് കേട്ടോ. രക്ഷയില്ലാത്ത വർക്കുകൾ ഈ ചെയ്ത് ഭരണിയൊക്കെ ഇരിക്കുന്നുണ്ട്. ബഗ്ഗിയുണ്ട് നടക്കാൻ വയ്യാത്തവർക്ക്. വേളി കൂടെ മറ്റേ ഷീറ്റ്. ഇത് നല്ല സൂപ്പറാണ്. തുണിയുടെ ഷീറ്റാണ്. വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. ഞാൻ വിചാരിച്ച വെയിലത്ത് നല്ല രീതിയിൽ വെയിലിട്ട്. നമ്മളങ്ങനെ പ്ലാസ്റ്റിക് അല്ലേ, ഇത് തുണിയാണ്, നല്ല തണുപ്പ് കിട്ടും കേട്ടോ. മാന് ഇങ്ങനെയുള്ള പഴയ കാലമായിട്ടുള്ള ഇവിടെ വെച്ച് കുറേ റീലുകൾ കുറേ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ രാത്രിയായിപ്പോയി, മറ്റേ രാവിലെ ആക്കിയതുണ്ട്. പഴയ കാലത്തെ ഈ ഓടാമ്പൽ ഇതെന്തോ ഇത് എന്തുവാ എൻ്റെ പേര്, അത് പിത്തളയാണ് കേട്ടോ. എല്ലാം പഴയ കാലത്തെ സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. വാള് ചിലപ്പം ഫസ്റ്റ് കോപ്പി ആയിരിക്കും അല്ലേ, ചിലപ്പോൾ ഒറിജിനലായിരിക്കും, ഒന്നും അറിയാൻ പറ്റില്ല കണ്ടോ. ചിലപ്പോൾ ഒറിജിനലായിരിക്കും, ചിലപ്പോൾ ഫസ്റ്റ് കോപ്പി ആയിരിക്കും, അറിയാൻ പറ്റത്തില്ല കണ്ടോ. ഇതെല്ലാം ആൻറ്റിക് സാധനങ്ങളാണ് കണ്ടോ അവിടെ എല്ലാം വെച്ചിരിക്കുന്നത്. പഴയ ഗ്രാമഫോൺ കണ്ടോ, പഴയ പാത്രം. ഇത് ചെമ്പായിരിക്കും, ചെമ്പിൽ തീർത്തായിരിക്കും കണ്ടോ. നമുക്ക് ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കാം, അങ്ങോട്ട് നടക്കാൻ പറ്റും. തവി, ഇത് ഇരുമ്പല്ല, പിത്തളയിൽ ഉണ്ടാക്കിയ തവിയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി അങ്ങോട്ട് നടക്കാൻ പറ്റുമില്ല, ഇവിടെ വരെ ഉള്ളൂ. പഴയ പേപ്പർ കാർഡ്. ഒരാളവിടെ ഇരുന്ന് ചുമ്മാ അടുത്ത് മുതലാളിയായിരിക്കും കേട്ടോ. അവിടെ ഇരുന്ന് നമ്മളെ തന്നെ വീക്ഷിക്കുന്നു. പ്ലീസ്
ഇവിടെ ഇത് ചായ കുടിക്കാം, അവിടെ നിന്നാണ് സംഭവങ്ങൾ മേടിക്കേണ്ടത്. ഇവിടുത്തെ മെനു എഴുതി വെച്ചിരുന്നു. ഒന്നും നോക്കണ്ട, നല്ല രീതിയിലത്തെ ഈടി കിട്ടും. അല്ലെങ്കിൽ പൈസ ഒന്നും എഴുതിയിട്ടില്ലേ? പൈസ എഴുതില്ല. കാര്യം പൈസ നമുക്ക് കൊടുക്കണമല്ലോ അല്ലേ? കസ്റ്റമർ അനുസരിച്ച് പൈസ. ഇവിടെ കണ്ട മരങ്ങൾ കണ്ട കരിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു. 24 മണിക്കൂറും വെള്ളം ഇവിടെ പമ്പാക്കുന്നുണ്ട്. ഡ്രസ്സുകൾ. എനിക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ. അത് ഇടുമ്പോൾ ഇവിടെ സൂനിയ ഷോപ്പൊക്കെ ഉണ്ട്. ഈ ബാഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളാട്ടോ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിച്ചു. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഫോട്ടോസ് എടുക്കാൻ. പാട്ട് പാടുന്ന ആരെങ്കിലും. ആണ്ട് ഇവിടെയൊക്കെ നല്ല വൈബായല്ലേ, നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടും നല്ല വൈബുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ. ദുബായിൽ പഴയ ചുമരിൽ സ്റ്റാർബക്സ് ആണ് കേട്ടോ. നല്ല കിടിലമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. കേട്ടോ മേളിലൊക്കെ നോക്കി. ഇതിലെല്ലാം സ്റ്റാർബക്സിൻ്റെ കേന്ദ്രങ്ങളാണ് ഗൈസ്. പൂച്ചകളാണ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേപോലെ പൂച്ചകളും അത് പിടിക്കാൻ പോകുന്ന പിള്ളേർ. പൂച്ച എന്തോ ചെയ്ത് മണ്ണിട്ട് മണപ്പിച്ച് വെക്കുന്നുണ്ട്. പൂച്ചയുടെ വൃത്തി വേറെ ആർക്കും കാണത്തില്ല ഗൈസ്. പൂച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള കേട്ടോ. ചില പൂച്ചകളുണ്ട് വൃത്തിയില്ലാത്ത പൂച്ച. മ്യൂസിയം ഓഫ് ഇലൂഷൻ ആണ് കേട്ടോ. 90 ദിർഹമൊക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് കയറുന്നത്. ഒറ്റയടിക്ക് 90 ദിർഹം അല്ലേ? ഇവിടെ ഇന്നൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ കണ്ടു. ഇതുണ്ട് പഴയ കാല അനുസ്മരിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫോട്ടോ എടുത്തിട്ട് കാര്യമുള്ളൂ. നമുക്ക് സോപ്പ് എടുക്കുന്നുണ്ടല്ലോ. ഗൈസ്, ഞങ്ങൾ ഇപ്പോഴേ വന്ന് ഈ ക്രിസ്മസിൻ്റെ വീഡിയോ എടുക്കുക കേട്ടോ. ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ അന്ന് പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണ്. അന്ന് ഇവിടെ നമുക്ക് സൂചി കുത്താൻ സ്ഥലം കാണത്തില്ല, വരാൻ പറ്റത്തില്ല, അത് ഉറപ്പാണ്. ഭയങ്കര ആളായിരിക്കും. അപ്പം ആൽസീഫ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക. ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ എന്നാണ് ഇതിന് പറയുന്നത്. എനിക്കറിയില്ല ഇനി വേൾഡിലെ നമ്പർ 1 ആണോ അല്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, എന്നാലും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നല്ല ഉയരമുണ്ട് കേട്ടോ. നല്ല ഉയരമെന്ന് വെച്ചാൽ നിങ്ങൾ ആളൊക്കെ ഉണ്ടല്ലോ, ആയിരിക്കുന്ന ആൾക്കാർ ആളെ വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാവും ഇതെന്ത് മാത്രമുണ്ട്. ഒട്ടൻ ക്രിസ്മസ് ട്രീ ആണ് ഈ ട്രീ എന്ന് പറഞ്ഞാൽ. ആൾക്കാരൊക്കെ ഇന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ്ടാന്ന് തോന്നുന്നു ലൈറ്റ് ദ ഹോളിഡേയ്സ് എന്നൊക്കെ പറയും. അൽസീഫ് ദുബായിയുടെ ഒരു ജസ്റ്റ് ഒരു സ്റ്റേജൊക്കെ ഉണ്ട്. ക്രിസ്മസിന് ഇവിടെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അല്ലാണ്ട് ഇവിടെ കുറച്ച് ബോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സംഭവം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ജസ്റ്റ് ഇതിലൊന്ന് ചുറ്റിക്കറങ്ങും. ഇത് 11 ഡേറ്റ്. അപ്പോഴേ ലൈറ്റിംഗ് ഒക്കെ ചെയ്തു തുടങ്ങി. ഇതെന്നറിയാം, ഇവിടത്തേക്ക് പവർ കൊടുക്കാൻ വേണ്ടിയുള്ള സംഭവം ഇട്ടിരിക്കുന്നത്. അതായത് വണ്ടി കയറി കഴിഞ്ഞാലും അത് ചളുങ്ങത്തില്ല. അപ്പം വയറിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ സംഭവമൊക്കെ ഇതിലായിട്ടാണ് സ്ക്രൂ ചെയ്താണ് വെച്ചിരിക്കുന്നത്. സ്ക്രൂ എല്ലാം ജസ്റ്റ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇവിടെ ലൈറ്റ് കൊടുക്കാൻ വേണ്ടി പവർ പോയത് ചെറിയൊരു പവറേ ഉള്ളൂ. കണ്ണു ചെയ്യാൻ പറ്റില്ല. അത് പോകാൻ വേണ്ടി ഇവരങ്ങനെ വരാം. എനിക്കൊന്ന് ഇവിടെ നിന്നാന്ന് തോന്നുന്നു ആ ഒരു പവർ അവിടെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. കേസ് ഒന്ന് നോക്കിയിട്ടേക്കുന്നത്. വണ്ടിയൊക്കെ കയറി ഇറങ്ങുന്ന സ്ഥലമാട്ടോ. ബഗ്ഗികളാണ് കയറുന്നത്, അല്ലാതെ വണ്ടികൾ കയറാൻ പറ്റത്തില്ല. ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ലൈറ്റിനിങ് ഒന്നും ഇല്ല. ഇവിടേക്ക് ലൈറ്റ് ഉണ്ട് കേട്ടോ. ആ സമയമാകുമ്പോഴേ ആ ലൈറ്റ് വരത്തുള്ളൂ കേട്ടോ. ഇവിടെ കണ്ടോ, എനിക്ക് തോന്നുന്നു ഇവിടെ സാന്റാക്ലോസ് ഇരിക്കുമായിരിക്കും കേട്ടോ. അവിടെ ഒരു കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവരെ നമുക്ക് കാണാൻ പറ്റത്തില്ല കേസ്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും സ്നാക്സോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും മിക്കവാറും എനിക്ക് തോന്നുന്നത് കേട്ടോ. കാണാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്. ഇവിടെ സ്റ്റൂളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ലൈറ്റ് ആ സമയത്ത് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മളെന്തായാലും ഒരു 24-ാം തീയതി ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കാം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എൻ്റെ ഒരു സംഭവങ്ങൾ. കണ്ട ഇതിൻ്റെ അടിയിൽ കൂടെ വയറാണ് പോയേക്കുന്നത്. കണ്ട ഇത് നോക്കി, 2 മാൻ നിൽക്കുന്നുണ്ട്. രണ്ട് മാനിനെ ലൈറ്റിങ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇത് അന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്. ഇവിടെ ലൈറ്റും പിന്നെ പ്രൊജക്ടർ ലൈറ്റ് കുറേ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. DSP ഉണ്ട്. #MYDC, അതായത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്നാണ് കേട്ടോ. മൈ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം അല്ലേ. വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മൾ ഇഷ്ടംപോലെ വട്ടം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇവിടെ ഉള്ളതെന്ന്. കാര്യം ഇവിടെ വരാൻ ഫ്രീ ആണ് കേസ്. വേറെ ഒന്നും പൈസ ഒന്നും കൊടുക്കണ്ട. ഓൾഡ് സ്ട്രീറ്റ് ആണ്. ഓൾഡ് സീക്ക് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് അൽസീഫ് എന്ന് പറയും. ഓൾഡ് സൂക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഓൾഡ് സൂക്ക്, ന്യൂ സൂക്ക് എന്നൊക്കെ. ന്യൂ സൂക്ക് എന്നും പറയുന്നവരുണ്ട് കേട്ടോ. കാര്യം പുതിയതായിട്ട് വെച്ചുകൊണ്ടാണ് ന്യൂ സൂക്ക് എന്ന് പറയുന്നത്. ഓൾഡ് സൂക്കാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കേട്ടോ. ഓൾഡ് സൂക്ക്, അതായത് പഴയ കാലത്തെ ഫുൾ കാര്യങ്ങൾ വിളിച്ചോതുന്ന രീതിയിലത്തെ സംഭവങ്ങളാണ് ഓൾഡ് സൂക്ക് എന്ന് പറയുന്നത് കേട്ടോ. അൽസീഫ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ വീഡിയോസ് ഞാൻ ഇവിടെ വന്ന് എടുത്തിട്ടുണ്ട്. മീനാ ബസാറിൽ വരാൻ വേണ്ടിയാണ് നമ്മൾ നിന്നത്. അപ്പം ആ വഴി
ഇതുവരെ എനിക്ക് റൂമിൽ പോകാൻ പറ്റും. അപ്പോൾ അത് കാരണം ചുമ്മാ ഇങ്ങനെ നടന്ന് രാത്രിയിലത്തെ അലസിഫ് കണ്ടിട്ടില്ലേ നിങ്ങൾ, അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാണ്. നമ്മൾ അധികം ഒന്നും കാണാനൊന്നും പോയിട്ടില്ല, ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് വരുന്ന വഴിക്ക് ഇതിലൊന്ന് കയറി കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മൾ മെയിൻ മീനാ ബസാറിലാണ് പോയത്. അവിടെ നമ്മൾ പിന്നെ അന്ന് പകൽ വന്ന് മൊത്തം കണ്ട് തീർത്തതാണ്. ലൈറ്റ് വെച്ച് ഇപ്പോൾ ഒന്ന് കണ്ടപ്പോൾ ഒരു പ്രത്യേക രസം അല്ലേ, ഒരു പ്രത്യേക കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ലൈറ്റിൻ്റെ ഒരു ഭയങ്കര ഭംഗിയുണ്ട്. ആൾക്കാർ ഇപ്പോൾ ഞായറാഴ്ച ആണെങ്കിൽ നിൽക്കാൻ സ്ഥലം കാണത്തില്ല, അതുകൊണ്ട് നമുക്ക് സമാധാനത്തിൽ നടന്നു പോയി കാണാൻ പറ്റും. ഇഷ്ടം പോലെ ഉണ്ട്. ഇത് അങ്ങോട്ടും ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം എനിക്കൊന്ന് 1-2 കിലോമീറ്റർ വരെ ഫുൾ ഇതാണ് കേട്ടോ, ഫുള്ള് ഇത് ഫുള്ളും. അതായത് ഈ ഒരു ഇത് കണ്ടോ, ഇതിപ്പോൾ ഫ്രണ്ടേജ് ആണ് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായി ഫ്രണ്ട്. ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തോട്ട സൈഡിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇവിടെ കാറ് വന്ന് നിൽക്കുന്ന സ്ഥലം, അപ്പോൾ നമുക്ക് കൂടുതൽ ഇന്ന് വ്ലോഗ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അഭിനവിനോടൊപ്പം ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. എല്ലാവർക്കും ബൈ ബൈ.